നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഗുഡ് ഹാബിറ്റുകളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് നമ്മൾ കരുതുന്ന ബാഡ് ഹാബിറ്റുകളും ഈ നല്ല ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാനും ഈ ബാഡ് ഹാബിറ്റുകൾ ബ്രേക്ക് ചെയ്യാനും ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് നൈസായിരിക്കും അല്ലേ? ആൻഡ് ആക്ച്വലി ദർ ഇസ് എ ബുക്ക് കാൾഡ് അറ്റോമിക് ഹാബിറ്റ്സ്. എല്ലാ ബേസിക് റീഡേഴ്സും വായിക്കേണ്ട ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ആൻഡ് ആ ബുക്കിൻ്റെ ബേസിലാണ് ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്യണേ നിങ്ങൾക്ക് ഓഡിറ്റാക്കി തരണേ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹാബിറ്റ്സിൽ നമ്മൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് പറയണത്. സോ ദ ബുക്ക് സ്റ്റാർട്ട്സ് വിത്ത് ടൈനി ചേഞ്ചസ്, റിമാർക്കബിൾ റിസൾട്ട്സ്. എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ യുവർ ഡെയിലി ലൈഫ് ക്യാൻ ഗൈഡ് യുവർ ലൈഫ് ടു എ വെരി ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ജെയിംസ് ക്ലിയർ. അപ്പോൾ ഈ ജെയിംസ് ക്ലിയർ ആണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂപ്പരെ പല കോട്ടുകളും ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വായിച്ചു പോകുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് അറ്റ്മോസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ, വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാവാൻ, വലിയ സക്സസ്സുകൾ ഉണ്ടാവാൻ ഒരിക്കലും വലിയ മാസീവ് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹാബിറ്റ്സിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസുകളാണ്. അതിനെ മൂപ്പർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചാണ് കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ ബേസിക് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 1 ആണ് വിചാരിക്കുക, നമ്മളെ ഹാബിറ്റ് 1. അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും ഒരേപോലെയാണ് ചെയ്യുന്നത് വിചാരിക്കുക, ഒരു മാറ്റം വരുത്തുന്നില്ല, നമ്മളെന്നും ഒരേ ഹാബിറ്റുകളാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇയർ ലോങ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ഇയറിൽ എത്ര ദിവസമുണ്ട്? 365. സോ 1 raised to 365 എത്ര ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. അതായത് അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇനി മൂപ്പര് പറയണ പോലെ ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1.01 ആവും. 1 + 1% 1.01 ആവും. ഈ 1.01 raised to 365, അതായത് 1% ഇമ്പ്രൂവ്മെൻ്റ് എല്ലാ ദിവസവും 365 ദിവസം നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഒരു ഇയർ ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് 37.78. അതായത് 1 raised to 365 എല്ലാ ദിവസവും നമ്മൾ ഒരേ ഹാബിറ്റിൽ സ്റ്റിക്ക് ചെയ്തു, ഒരു മാറ്റമില്ലെങ്കിൽ ദ 1 remains 1 ആഫ്റ്റർ 1 year. പക്ഷേ നമ്മൾ 1% ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ദിവസം വരുത്തി കഴിഞ്ഞാൽ ദ 1.01 raised to 365 becomes 37.78. അതായത് നമ്മുടെ റിസൾട്ടുകൾ 37.78 ടൈംസ് മോർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ബെറ്റർ ആയി നമ്മൾ 37.78 ടൈംസ്. സക്സസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡെയിലി ഹാബിറ്റ്സ്, നോട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രാൻസ്ഫോർമേഷൻസ്. ജെയിംസ് ക്ലിയർ. അതായത് സക്സസ് ഉണ്ടാവുന്നത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ ഹാബിറ്റിലൂടെയാണ്, അതിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയാണ്. അല്ലാതെ ഒരു നമ്മൾ എന്താണ് പറയുക, ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്നല്ല ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. അതിന് പകരം ഓരോ ദിവസവും നമ്മൾ കൺസിസ്റ്റൻ്റായി ചെയ്യുന്ന നമ്മൾ ഓരോ ഹാബിറ്റിലൂടെയാണ്. സോ ഇതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ടോപ്പിക് ഉണ്ട്, ദ പ്ലാറ്റ്യൂ ഓഫ് ലേറ്റൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഈ ഒരു സൈഡിൽ അതിൻ്റെ എന്ത് ചെയ്യുക, പിക്ചർ കൊടുക്കാം, എന്നിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ടൈം ഇങ്ങനെ പോകും തോറും, അതായത് കുറേ കാലം നമ്മളത് ഇങ്ങനെ കൺസിസ്റ്റൻ്റായി ചെയ്യും തോറും നമ്മളെ റിസൾട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുമായിരിക്കും. ഒരു ലീനിയർ എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് ഇങ്ങനെ വരും, 100, 200, 300, 400, 500 ഈ ലെവലിലേക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ സ്റ്റേബിളായിട്ട് കൂടി ഇങ്ങനെ പോകുന്നതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ആ റിസൾട്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഗ്രാഫിൽ നിങ്ങൾ കണ്ടോ, ഒരു എന്താണ് ആക്ച്വലി സംഭവിക്കുന്ന ഗ്രാഫ് കണ്ടോ, ഇങ്ങനെ ഒരു കർവ്ഡ് ഗ്രാഫ്, എന്നിട്ട് നേരെ മുകളിലേക്ക്. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പോവാണ്, നമുക്ക് ആ റിസൾട്ട് ഇങ്ങനെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു ഗ്രാഫ് പ്രകാരം, രണ്ടാമത്തെ ഗ്രാഫ് പ്രകാരം, ആക്ച്വലി നടക്കുന്ന ഗ്രാഫ് പ്രകാരം നമുക്ക് എന്തില്ല, ഫസ്റ്റത്തെ ഒന്നും കാണാൻ പറ്റില്ല, പിന്നെ പെട്ടെന്നൊരു പോക്ക് പോവാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മളെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് മൂപ്പര് വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ റിസൾട്ടുകൾ, നമ്മൾ ചെയ്യുന്ന ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ വർക്ക് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് അധികം ആൾക്കാരും ക്വിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ത്രഷോൾഡ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു റൈസ് ചെയ്യണ വരെയുള്ള ത്രഷോൾഡ് വരെ നമുക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ, ആ ചെയ്യുന്ന ടാസ്കിൽ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഗോളിൽ കമ്മിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മുടെ സക്സസ് ഉണ്ടാവുക.
അപ്പോൾ അത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മുള ഉണ്ടല്ലോ, മുള, അതായത് ബാംബു. ഈ ബാംബു അത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളം അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയം ആ ബാംബു എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? അതിൻ്റെ റൂട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ്, താഴത്തേക്കുള്ള റൂട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ. പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ത്രഷോൾഡ് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ബിൽഡിങ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ത്രഷോൾഡിൽ എത്തിയതിന് ശേഷം വെറും 6 ആഴ്ച കൊണ്ട് 90 ഫീറ്റ്, 90 അടി, അതായത് 1.5 മാസം കൊണ്ട് 90 അടി ഹൈറ്റിലേക്ക് അത് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കും, നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 5 വർഷത്തോളം ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഒരു പെട്ടെന്നൊരു ഒറ്റ പോക്ക മോൾക്ക്. ഈ ഒരു സംഭവമാണ് ആ പ്ലാറ്റ്യൂ ഓഫ് ലാറ്റന്റ് പൊട്ടൻഷ്യലിലൂടെ മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇനി ഇതേ സംഭവം ഞാൻ ഫിറ്റ്നസ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കൊല്ലം നമ്മൾ വർക്കൗട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, നമുക്കൊന്നും അറിയില്ല, നമ്മൾ ബിഗിന്നറാണ്, നമ്മൾ പോയി നമ്മുടെ ബോഡിയിൽ നമുക്കൊരു മാറ്റം കാണില്ല. അപ്പോൾ എല്ലാവരും പറയണത് ഈ ജിമ്മിൽ പോയിട്ട് എന്താ കാര്യം, തടി കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഇത് തടി കൂടണമൊന്നുമില്ലല്ലോ, തടിയുള്ള ആളാണെങ്കിൽ കുറയണമൊന്നുമില്ലല്ലോ, ഷേപ്പിലാവണമൊന്നുമില്ലല്ലോ എന്ന് പറയും. പക്ഷെ നമ്മളവിടെ അതൊന്നും കേൾക്കാതെ നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി പോയി കഴിഞ്ഞാൽ 1 ഇയർ ലേറ്റർ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നോട്ട് ദാറ്റ് മച്ച്. ആരും അങ്ങനെ കോംപ്ലിമെൻ്റ് ഒന്നും ചെയ്യണില്ല. പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ, നമ്മളൊരു സർട്ടൈൻ ലെവലിലേക്ക് എത്തുമ്പോൾ, 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ച് ഫോമും കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോൾ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ തുടങ്ങും. പിന്നെ എല്ലാവരും നമ്മൾ കാണുമ്പോൾ ഓൻ വലിയ ജിമ്മൻ, ഓൻ ഭയങ്കര ഫിറ്റ് ആൾ, ആ ഒരു രീതിയിലേക്ക് പറയണ്ടാവുക. പക്ഷെ അതുവരെ ഓല ആരും നമ്മളെന്ത് ചെയ്തിട്ടില്ല, നമ്മളെ റിസൾട്ട് കണ്ടിട്ടില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തായിരിക്കും, പിന്നെ നമ്മളെ എല്ലാവരും കാണുമ്പോൾ നമ്മളൊരു ഫിറ്റ് ആളായിരിക്കും. ഈ ഒരു സംഭവം ഞാൻ ലൈഫിൽ അനുഭവിച്ചതാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഹോം വർക്കൗട്ടൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര സ്കിന്നി ആയി നിൽക്കുന്ന ടൈമിൽ, ഭയങ്കര സ്കിന്നി പറഞ്ഞാൽ എക്സ്ട്രീംലി സ്കിന്നി ആയി നിൽക്കുന്ന ടൈമിൽ എല്ലാവരും ഇങ്ങനെ കളിയാക്കും, എക്സ്ട്രാ ഇനി വർക്കൗട്ട് ചെയ്യാണോ എനിക്ക്, അല്ലെങ്കിൽ മെല്ലാണ്ടാണ്, അങ്ങനെയൊക്കെ പറയാണ്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ആ ഫസ്റ്റത്തെ കൊല്ലം, ആ ഫസ്റ്റത്തെ കുറേ മാസങ്ങൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് ഒന്നുമില്ല എന്തെങ്കിലും എൻ്റെ മേത്ത് കാണുന്നുണ്ടോ ചോദിച്ചാൽ ഒന്നും കാണുന്നില്ല. പിന്നീട് ജിമ്മിൽ പോയി ഫസ്റ്റത്തെ ഒരു കുറച്ച് കാലം ഒന്നുമില്ല. പിന്നെയാണ് 2ാമത്തെ ഒരു ഇയറിലേക്കൊക്കെ കടന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു നല്ല ബോഡി, ആൾക്കാരൊക്കെ ഒന്ന് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്, ഡ്രസ്സൊക്കെ ഫിറ്റ് ആവാൻ തുടങ്ങിയത്. പക്ഷെ ആ ഒരു ത്രഷോൾഡ് ലിമിറ്റ് വരെ ആരും നമ്മളെന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യണില്ല, ആ റിസൾട്ട് പുറത്തേക്ക് കാണുന്നില്ല. പക്ഷെ ആ ഒരു ടൈം കഴിയുമ്പോഴാണ് ആ റിസൾട്ട് പുറത്തേക്ക് കാണുന്നത്. ആ ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്കിൽ തന്നെ ഉണ്ട് ഒരു സംഭവമുണ്ട്, വെൻ നത്തിങ് സീംസ് ടു ഹെൽപ്പ് ഐ ഗോ ആൻഡ് ലുക്ക് അറ്റ് എ സ്റ്റോൺ കട്ടർ ഹാമറിങ് അവേ അറ്റ് എ റോക്ക്. Perhaps 100 times without as much as a crack showing on it, yet the 101st blow in it will split it into two. And I know it was not the last blow that did, but all that had gone before. അതായത് ഒന്നുമില്ല, ഒരു സ്റ്റോൺ കട്ടർ ഇപ്പോൾ മേ ബി ഒരു കല്ല് ഉപയോഗിച്ചാണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന ആളാന്ന് വിചാരിച്ചു. അപ്പോൾ മൂപ്പര് 100 പ്രാവശ്യം അതിമിങ്ങനെ ഹാമർ ചെയ്യുന്നുണ്ട്, ചുറ്റിക്കെടുത്തിട്ട് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടൂൾസ് വെച്ചാണ് അടിക്കുന്നുണ്ട്. പക്ഷെ ആ സ്റ്റോണിന് ഒരു മാറ്റം വരുന്നില്ല. പിന്നീട് 101ാമത്തെ അടി അടിച്ചപ്പോൾ ഇത് 2 ആയിക്കാണ്ട് പിളർന്നു. പക്ഷേ നമുക്കറിയാം ആ 101ാമത്തെ അടിയല്ല അതുണ്ടാക്കിയത്, അതുവരെ അത് കൊണ്ട 100 അടികളാണെന്നുള്ളത്. ഇതേ സംഭവമാണ് വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെൻറ്റിൽ സംഭവിക്കുന്നത്. അത് നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യാണ്. പക്ഷെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ തുടങ്ങിയപ്പോഴായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ്, അത് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ രീതിയിലായിരിക്കും, അത് കഴിയുമ്പോഴാണ്. ഇനി മൂപ്പർ ഇതിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, ഗോൾസ് വെസസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ. അതായത് ഗോൾസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഗോൾ വേണം. പക്ഷേ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിലും, നിലം ക്ലീൻ ചെയ്യുന്ന ആൾക്കാണെങ്കിലും, അതുപോലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാണെങ്കിലും ഗോൾസ് ഉണ്ട്. സക്സസ് ആവണം, അല്ലെങ്കിൽ ഇത്രയും പൈസ ഈ ഒരു മാസം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഗോള് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും സക്സസ് ആവണില്ല? അപ്പം നമുക്ക് മനസ്സിലായി, ഗോളിലല്ല അവിടെ കാര്യം, ഗോൾ വെറും ഫസ്റ്റ് സ്റ്റെപ്പാണ്, അവിടെ വേറെ എന്തോ ഉണ്ട്. അതാണ് മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ജെയിംസ് ക്ലിയർ. സിസ്റ്റംസ് ഒന്നുമില്ല, നമ്മളെ പ്രാക്ടീസസ്, നമ്മളെ ഹാബിറ്റ്സ്. അപ്പോൾ അതിൽ പറയുന്ന എക്സാമ്പിളാണ്, ഒരു 100 മീറ്റർ റേസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ആ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ആ റേസിൽ ജയിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് എത്തണം എന്നാണ്, അല്ലേ? പക്ഷെ അതിലെല്ലാവരും ഫസ്റ്റ് എത്തുന്നുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ നല്ല സിസ്റ്റം, ഏറ്റവും നല്ല ഹാബിറ്റ്സ്, ഏറ്റവും നല്ല ട്രെയിനിങ്, ഏറ്റവും നല്ല ന്യൂട്രീഷൻ, ഏറ്റവും റിക്കവറി, ഇതൊക്കെ പക്കായിട്ട് എടുത്താൽ പ്ലസ് നല്ല ജെനറ്റിക്സ് ഒക്കെ ഉള്ള ഒരാളാണ് അതിൽ വിൻ ചെയ്യണത്, ആ സാഹചര്യം കൂടി മാച്ച് ആയിട്ട്. അപ്പോൾ ഇതിനർത്ഥം
ഗോൾസ് മാത്രം പോരാ, നമ്മളെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇൻപുട്ടിലും അല്ലെങ്കിൽ ഇൻപുട്ടിലാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു ഡയറക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. റൈറ്റ്? മൂപ്പര് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാബിറ്റിൻ്റെ കാര്യത്തിൽ. ഏറ്റവും ബേസ് ലെയർ ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടാവുക. അതിൻ്റെ ഔട്ടർ ലെയർ ആയിരിക്കും പ്രോസസ്സ്, അതിൻ്റെ ഔട്ടർ ലെയർ ആയിരിക്കും ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഔട്ട്കംസ് എന്ന് പറയുന്നത് റിസൾട്ട്, എന്താണ് സംഭവിക്കാതെ. പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയാണ് ഏറ്റവും ബേസിക് സംഭവം നമ്മളെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണതിൽ. അപ്പോൾ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഈസി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഔട്ട്കത്തിൽ ഫോക്കസ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ അതിൽ പറയുന്ന എക്സാമ്പിൾ ആട്ടോ, അത് ഞാൻ ഉണ്ടാക്കിയല്ല. ഒരു ബുക്ക് ഈ മാസം വായിക്കണം എന്ന്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ ഐഡൻറ്റിറ്റിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അതിന് പകരം നമ്മൾ ശരിക്കും എന്താണ് ഗോൾ വെക്കേണ്ടത്, നമ്മളൊരു റീഡർ ആവുക എന്നുള്ളതാണ്. അതുപോലെ ഒരു മാരത്തോൺ ഫിനിഷ് ചെയ്യുക എന്നല്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നമ്മുടെ മോട്ടിവേഷൻ ഡ്രോപ്പ് ആവും. അതിന് പകരം ഒരു റണ്ണർ ആവുക എന്നുള്ളതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൺസിസ്റ്റൻ്റ് ആയി കണ്ട് ജിമ്മിൽ പോകുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ഐഡൻറ്റിറ്റി ഇവിടെ ഞാൻ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ അതൊക്കെ മാറി ഞാനൊരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറാണ്. സോ ഞാൻ ഓട്ടോമാറ്റിക്കലി ജിമ്മിക്ക് പോകും, അതിൻ്റെ ഒരു നോർമൽ കാര്യമാണ്. എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ മാറ്റി. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ ഒരു അത്ലറ്റാണ്, അല്ലാതെ ഞാൻ നാളെ ജിമ്മിൽ പോയാൽ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും, ഔട്ട്കത്തിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ ബേസിൽ ഫോക്കസ് ചെയ്യാതെ അതിന് പകരം ജിമ്മിൽ പോവുക. ഞാൻ ജിമ്മിൽ പോകുന്നത് ഞാൻ ഒരു അത്ലറ്റാണ്, ഞാൻ ജിമ്മിൽ പോകാൻ കാരണം ഞാൻ സ്ഥിരമായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്, അത് നാച്ചുറലാണ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഹാബിറ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. എനിക്കൊരു ബുക്ക് വായിക്കണം എന്ന ഔട്ട്കത്തിൻ്റെ, ഒരു ബുക്ക് തീർക്കണം എന്ന ഔട്ട്കത്തിൽ പ്രോസസ് ചെയ്യുന്നതിന് പകരം ഞാനൊരു റീഡറാണ്, ഞാൻ സ്ഥിരമായിട്ട് വായിച്ച ആളാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്നുകൂടി സുഖമായിരിക്കും. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബേസിക്സ് സയൻസ് ഓഫ് ഹാബിറ്റ്. ഒരു ഹാബിറ്റിൻ്റെ 4 പാർട്ടായിട്ടാണ് മൂപ്പരയിൽ ഒരു ഹാബിറ്റ് നടക്കുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് വൺ ക്യൂ, രണ്ടാമത്തേത് ക്രേവിങ്, മൂന്നാമത്തേത് റെസ്പോൺസ്, നാലാമത്തെ റിവാർഡ്. ക്യൂ അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ട്രിഗർ. ഇത് ഞാനൊരു ഫോണിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞുതരാം. നമ്മളൊരു ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ വർക്ക് ചെയ്യാണ്, നമ്മുടെ കയ്യിൽ ഐഫോണാണ്, ഐഫോണിൽ നോട്ടിഫിക്കേഷൻസ് ഓണാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ടിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് ദ ക്യൂ ഓർ ട്രിഗർ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായി, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ഷനായി. ഇവിടെ കേട്ടോ ഫോൺ ഈ സൈഡിൽ കേട്ടോ, അത് ആരായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക, അതിലെന്തായിരിക്കും എന്നുള്ളൊക്കെ ഒരു ചിന്ത. അതൊക്കെ മില്ലി സെക്കൻഡോട് നമ്മളെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാണ്. അപ്പോൾ അതിൽ എന്ത് മെസ്സേജ് ആയിരിക്കും? മേ ബി നമുക്ക് ഇഷ്ടപ്പെട്ട അറിയില്ലാവോ, അത് നമ്മളെ ഫ്രണ്ട്സ് അറിയില്ലാവോ, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ, അത് ക്രേവിങ്. അപ്പോൾ അത് എടുക്കാനുള്ളൊരു ഇതിങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫോൺ എടുത്തു. അതാണ് റെസ്പോൺസ്. നമ്മൾ നോക്കി, അപ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ്, ആ ഒരു ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ, അത് നമ്മൾ എന്ത് ചെയ്തു, എടുത്തു, നോക്കി, സോൾവ് ചെയ്തു. അതാണ് അവിടുത്തെ റിവാർഡ്. ആ ഒരു പെയിൻ, ആരാണെന്ന് അറിയാനുള്ള ആ ഒരു കൺഫ്യൂഷൻ, അത് പോയി, അത് റിവാർഡ്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്ക് നിന്നാണ് മെസ്സേജ് കിട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡോപ്പമീൻ കിട്ടി. അപ്പോൾ അവിടെ റിവാർഡ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആ മെസ്സേജ് നോക്കി, അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ആ മെസ്സേജ് എന്താണെന്നറിയില്ല, അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രോബ്ലത്തെ നമ്മളവിടെ സോൾവ് ചെയ്തു. അത് അവിടുത്തെ റിവാർഡ്. ഓക്കെ, അപ്പോൾ അവിടെ ക്യൂ ആയി, അല്ലെങ്കിൽ ട്രിഗറായി, ക്രേവിംഗ് ആയി, റെസ്പോൺസായി, റിവാർഡായി. ഇങ്ങനെയാണ് എല്ലാ ഹാബിറ്റും പോകുന്നത്. എല്ലാ സംഭവങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നമ്മളൊരു ഹാബിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ക്യൂവും പിന്നെ ഈ റിവാർഡും അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കാവും, അതായത് കണക്റ്റഡ് ആവും. അതായത് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡോപ്പമിൻ കിട്ടാൻ തുടങ്ങും, ആരായിരിക്കും എന്നുള്ള ഒരു ചിന്ത. അത് ഫസ്റ്റ് ഈ 4 സ്റ്റേജ് കൂടെ നമ്മൾ ഒറ്റയ്ക്ക് കടന്നു പോകണമെന്നില്ല. നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ പ്ലഷർ കിട്ടും. അതായത് ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് എന്ത് ചെയ്യുന്നു, ഡ്രഗ് ക്രേവ് ചെയ്യുന്നു, എന്നിട്ട് അത് എടുക്കുന്നു, എന്നിട്ട് പിന്നെ അതിൻ്റെ റിവാർഡ് കിട്ടുന്നു എന്നുള്ളതിനൊക്കെ പകരം അത് കുറേ കാലം ചെയ്യുമ്പോൾ ആ ഡ്രഗ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഉള്ളിൽ പ്ലഷർ ഉണ്ടാവാൻ തുടങ്ങും. മൂപ്പരൊരു 4 ബിഹേവിയർ ലോ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളെ ഗുഡ് ഹാബിറ്റുകൾ നമുക്ക് ബിൽഡ് ചെയ്യണം, ബാഡ് ഹാബിറ്റുകൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഗുഡ് ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. 4 സംഭവങ്ങൾ. മേക്ക് ഇറ്റ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ ക്യൂസ് എല്ലായിടത്തും വിസിബിൾ ആക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയോണ്ടാണ് നമ്മൾ ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത്. അതുപോലെ നമ്മളിപ്പോൾ ജിമ്മിൽ പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കൗട്ട് ക്ലോത്ത്സ് നമ്മൾ വരുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും ജിമ്മിൽ പോകാണ്ട് എന്നുള്ളത്.
അതല്ലാന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഞാൻ വർക്കൗട്ട് ക്ലോത്ത്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാബിറ്റ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ആ ഹാബിറ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ബുക്ക് വായിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബെഡുമ്മ നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് വെച്ചു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ ബുക്ക് നമ്മൾ കണ്ടു, അപ്പോൾ നമുക്ക് ഓർമ്മ വന്നു, നമ്മൾ ആ ബുക്ക് വായിച്ചു. ഇതാണെന്ത് മേക്കിംഗ് ഒബ്വിയസ്, അതിൻ്റെ ക്യൂസ് വിസിബിൾ ആക്കുക എന്നുള്ളത്. രണ്ടാമത്തത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് കാര്യങ്ങൾ, അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുക്കുക. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹ്യൂമൻ ബോഡീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വാട്ട് ഗെറ്റ്സ് ഇമ്മീഡിയറ്റ്ലി റിവാർഡഡ്, എന്താണ് ഇമ്മീഡിയറ്റ്ലി റിവാർഡ് കിട്ടുന്നത് അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. വാട്ട് ഗെറ്റ് ഇമ്മീഡിയറ്റ്ലി പണിഷ്മെൻറ്റ് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെക്കട്ടോ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹാബിറ്റിൻ്റെ കേസിൽ. ഇനി മൂന്നാമത്താണ് മേക്ക് ഇറ്റ് ഈസി. അത് ചെയ്യാൻ മാക്സിമം ഫ്രിക്ഷൻ ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേഷന് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര ലൈറ്റ് ഉണ്ട്? ഒരു മെയിൻ ലൈറ്റ്, ഒരു ലാമ്പ്, 2 RGB ലൈറ്റ്. അപ്പോൾ എനിക്ക് 4 ലൈറ്റ്, 4 വയർ കുത്തണം, പിന്നെ ഈ ട്രൈപോഡ് വെക്കണം, പിന്നെ ഈ ഒരു ചെയർ ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം 1 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കാനുള്ള ചാൻസ്, ഡെയിലി വീഡിയോ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന് പകരം ഇത് ഓൾറെഡി എന്താണ്, എല്ലാ ലൈറ്റ്സും ഒറ്റ സിസ്റ്റത്തുമായി തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം പ്ലഗ് ചെയ്താൽ മതി. പിന്നെ ഈ സംഭവങ്ങളൊക്കെ, ഈ സോഫയും ചെയറൊക്കെ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ, എല്ലാം സെറ്റാക്കിയാണ്ട് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, അതിന് ഫോൺ വെച്ചാണ്ട് നേരെ റെക്കോർഡ് ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് ഈ സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഹാബിറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി കുറേ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ജിമ്മിൽ പോകാൻ പ്ലാൻ ഇടാന്ന് വിചാരിച്ചോ, ആ ജിമ്മ് ഒരു മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം അങ്ങോട്ട് പോകും? വളരെ ചാൻസ് കുറവാണ് കൺസിസ്റ്റൻ്റ് ആയി പോകാൻ. പക്ഷെ അതേസമയം നിങ്ങൾ വീട്ടിലേക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഇടയിലാണ് ജിമ്മ് എന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് മേക്ക് ഇറ്റ് ഈസി. ഇനി മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഈ സാറ്റിസ്ഫൈങ് ഉദ്ദേശിക്കണമൊന്നുമില്ല, നമുക്ക് റിവാർഡ് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഹാബിറ്റുകൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നല്ല ഹാബിറ്റുകൾ അങ്ങനെ സാറ്റിസ്ഫൈയിങ് ആയിട്ട് നമുക്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഫോർ ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് വൺ മേക്ക് ഇറ്റ് ഒബ്വിയസിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. നമുക്ക് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ താല്പര്യമുണ്ടോ? ബിസ്ക്കറ്റ്സും ബേക്കറിയും കേക്ക്സും മറ്റു മുട്ടായികളും കഴിക്കുന്നത് നിർത്തണം എന്ന് താല്പര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കാം. മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തടി കൂടും, അതുപോലെ ഇത് നമുക്ക് നല്ലതല്ല, ചീപ്പ് ഡോപ്പമിനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, ഇൻസ്റ്റൻറ്റ് പ്ലഷറാണ്, ഇത് നമ്മളെ ഹെൽത്തിനല്ല, അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇത് കുറേ ആർട്ടിഫിഷ്യൽ കളേഴ്സും ഏജൻസുകളും ഷുഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും നമുക്ക് നല്ലതല്ല, ഡയബറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുക. മേക്ക് ഇറ്റ്, മറ്റോടത്ത് മേക്ക് ഇറ്റ് ഈസി എന്നായിരുന്നു, ഇവിടെ എന്താണ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം, സോഷ്യൽ മീഡിയൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓരോ പ്രാവശ്യം എടുത്ത് ഓഫ് ആക്കുമ്പോഴും അതിന് ലോഗ് ഔട്ട് ചെയ്താണ്ട് വരിക. അപ്പോൾ ഓരോ പ്രാവശ്യവും വീണ്ടും നിങ്ങൾ കയറുമ്പോൾ എന്ത് ചെയ്യും, ലോഗിൻ ഇൻഫോ സേവ് ചെയ്യാതെ ആണ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ച് കയറേണ്ടി വരും. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, അത് ആക്സസ് ചെയ്യൽ ഡിഫിക്കൽട്ടായി. ആക്സസ് ചെയ്യൽ ഡിഫിക്കൽട്ടായി കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ചാൻസ് കുറച്ചുകൂടി കുറയും. ഓക്കെ, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്. നാലാമത്താണ് മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈങ്. ലൈക്ക് എന്താ കേട്ടോ, നമ്മൾ മറ്റോടത്ത് റിവാർഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്യാൻ റിവാർഡാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ ടീച്ചർ ഒരു കുട്ടി ഒരു ചീത്ത ഹാബിറ്റ് ചെയ്താൽ ആ കുട്ടിയെ നല്ല രീതിയിൽ തല്ലി പണിഷ് ചെയ്തു, പിന്നെ ആ കുട്ടി ആ ഹാബിറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആണ്, നമ്മളെ ഹാബിറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. വാട്ട് ഗെറ്റ്സ് ഇമ്മീഡിയറ്റ്ലി പണിഷ്ഡ് വിൽ നോട്ട് ഗെറ്റ് റിപ്പീറ്റഡ്. അത് നമ്മളെ ബോഡിൻ്റെ ഒരു ടെൻഡൻസി അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഹാബിറ്റ് ചെയ്തിട്ട് നമുക്ക് പണിഷ്മെൻ്റ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ, പെയിനാണ് അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ തീ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ കിട്ടുന്നത്, പെയിനാണ് കിട്ടുന്നത്. അത് നമ്മളെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ നമ്മളെ ബോഡി അത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കും. ഇതുപോലെ ഒരു ബാഡ് ഹാബിറ്റിൽ നിന്ന് അൺസാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, റിസൾട്ടാണ് ലാസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ ബോഡി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ ഇതാണ് 4 ബിഹേവിയർ ലോസ്. അടുത്ത സംഭവമാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞത്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആഫ്റ്റർ ഐ പെർഫോം ദിസ് ഹാബിറ്റ് ഐ വിൽ ഡു ദ നെക്സ്റ്റ് ഏതാണോ ഹാബിറ്റ്, ഡാഷ് ഹാബിറ്റ്. അതായത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ വർക്കൗട്ട് ക്ലോത്ത്സിലേക്ക് മാറും. ഞാൻ രാത്രി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നേരെ വായിക്കും, അല്ലെങ്കിൽ ജേർണൽ ചെയ്യും, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഹാബിറ്റുകൾ
പ്ലസ് നല്ല ഹാബിറ്റുകളായിട്ട് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരെ എന്ത് ചെയ്യും, ബ്രഷ് ചെയ്യും. ആ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യും. കണ്ടോ, അത് അതിനേറ്റവും കണക്ട് ചെയ്തപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ചെയ്യും. അതിന് പകരം ഞാൻ ഒരു ദിവസം 5 to 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടും. ദാറ്റ് ഈസ് ഹാബിറ്റ് സ്റ്റാക്കിങ്. അതിൻ്റെ ഒരു സയൻസ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ എന്നും ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിരിക്കും. ആ ഒരു ടൈം വരുമ്പോൾ നമ്മൾ ആ ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യും. നമ്മളൊരു ബ്രെയിൻ്റെ ഒരു ടെൻഡൻസി എങ്ങനെ വെച്ചാൽ, അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, പുതിയതായിട്ട് വരുന്ന എല്ലാ ഹാബിറ്റുകളും ബ്രെയിൻ എന്ത് ചെയ്യും, കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് മാനുവലിൽ നിന്ന് എന്താ പറയുക, നമ്മൾ AI വെച്ച് ചെയ്യല്ലോ, ഓട്ടോമേറ്റ് ചെയ്യല്ലോ, അതുപോലെ ഓട്ടോമേറ്റ് ചെയ്യും. അതായത് ഒരു ഹാബിറ്റ് ബ്രെയിന് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന ഹാബിറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു, ബാത്റൂം പോകുന്നു, നേരെ ഫോൺ എടുക്കുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രിഗേഴ്സ് ഉള്ള ഹാബിറ്റിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാൻ ഒന്നുകൂടിയും സുഖമാണ്. നെക്സ്റ്റ് വൺ ഈസ് എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റ് മാറ്റേഴ്സ്. എൻവയറമെൻറ്റ് നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അതായത് നമ്മളെ ഫ്രണ്ട് ഗ്രൂപ്പ്. ഇപ്പോൾ നമുക്ക് ഫിറ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കാതെ വർക്കൗട്ട് ചെയ്യണ പോലെ കളിയാക്കുന്ന ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓവർ വെയിറ്റ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ തന്നെ ആവും. അപ്പോൾ നമ്മളെ എൻവയറമെൻറ്റ് എങ്ങനെയാണോ അത് നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫുള്ള് ജാക്കഡായിട്ട് ലീനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. വർക്കൗട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന, വർക്കൗട്ട് ഒരു നോർമൽ സംഭവമായി കാണുന്ന ആൾക്കാരുണ്ടാവും. ഓല കൂടെ നടക്കുക. ഫുട്ബോൾ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരൊപ്പം നടക്കാം. അപ്പോൾ എന്താണോ നമ്മൾ മനുഷ്യന്മാർക്ക് സ്വഭാവമുണ്ട്, നമ്മളെ ട്രൈബ് എന്താണോ ചെയ്യുന്നത്, ബിലോങ്ങിങ്, ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ നോർമൽ സംഭവങ്ങൾ അതിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മളെ എൻവയറമെൻറ്റ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുന്നതും നമ്മളെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ ലിവിങ് എൻവയറമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓരോ ഒബ്ജക്റ്റിനേറ്റും നമുക്ക് ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മളെ ഹാബിറ്റ് പെർഫോം ചെയ്യാം. നമ്മളെ ബെഡ് നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ കാണാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് ഹാബിറ്റ് എപ്പോഴും വിൻ ചെയ്യുക, അവിടുത്തെ ഈസിയർ ഹാബിറ്റ് ആയിരിക്കും അവിടെ വിൻ ചെയ്യാം. ഒരു ഒബ്ജക്റ്റിനോട് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ പുലർത്തി കഴിഞ്ഞാൽ, ബെഡ് ഉറങ്ങാൻ മാത്രം, ടേബിൾ പഠിക്കാൻ മാത്രം, കിച്ചൺ ഫുഡ് കഴിക്കാൻ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ മാത്രം, ഡൈനിങ് ടേബിൾ ഫുഡ് കഴിക്കാൻ മാത്രം, ഇങ്ങനെ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹാബിറ്റിലും സ്റ്റിക്ക് ചെയ്യാൻ ഒന്നുകൂടി സുഖമായിരിക്കും. നമ്മൾ 2-3 ഹാബിറ്റ് ഒരു സ്ഥലത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുന്നത്, ഈസിയർ ഹാബിറ്റ് വിൽ വിൻ. ബെഡിൽ സ്ക്രോളിംഗ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങണമുണ്ട് സ്ക്രോളിങ്ങും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും വിജയിക്കാൻ ചാൻസ് കൂടുതൽ, സ്ക്രോളിങ്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ രാത്രിക്ക് ഉറങ്ങാൻ നോക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, നമ്മൾ ഫോൺ എടുത്താണ് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു സ്ഥലത്തിന് 1 സ്പേസ് 1 യൂസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ഒരു ഹാബിറ്റിൽ സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി പ്ലാൻ ചെയ്യല്ലോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണല്ലോ, രാത്രി പ്ലാൻ ചെയ്യുക, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ടൈമും ലൊക്കേഷനും മെൻഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നാളെ 5 മണിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇന്ന സ്ഥലത്തുള്ള ജിമ്മിൽ പോയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈമും ലൊക്കേഷനും പ്ലസ് നമ്മുടെ ഗോളും അല്ലെങ്കിൽ നമ്മളെ ഹാബിറ്റും നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ, ആ ടൈം വരുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോർമലി ഞാൻ ഒരു ദിവസം ഒരു ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഞാൻ 10 പേജ് വായിക്കും. അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടൈമില്ല, എപ്പോൾ വായിക്കും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ദിവസത്തിൽ നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് പിന്നെ വായിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്താവും, ഉറങ്ങാൻ ടൈം ആയിട്ടുണ്ടാവും, ഇനി വായിക്കാൻ നേരമില്ല എന്നുള്ള രീതിയിൽ. ഇതുകൊണ്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് പോകണം. അതിനൊരു ടൈമും ഒരു ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ ഒരു ഐഡിയകൾ കിട്ടിയല്ലോ, നമ്മളെ ഹാബിറ്റ് എങ്ങനെ വർക്ക് ചെയ്യണത്, ക്യൂ, ക്രേവിങ്, റെസ്പോൺസ്, റിവാർഡ്, അതുപോലെ അതിൻ്റെ 4 ലോ നമുക്കൊരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അറ്റോമിക് ഹാബിറ്റ്സ് ഒന്ന് വായിക്കുക. നല്ല വർത്ത് ഇറ്റ് ബുക്കാണ്. അത് ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. കാരണം ഈ റീഡിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ബിഗിനർക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാ ഹാബിറ്റുകളും, ഒരു നല്ലൊരു ഹാബിറ്റുകളൊക്കെ ബിൽഡ് ചെയ്ത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു ബേസിക് ബുക്കാണ്. സിമ്പിൾ ലാംഗ്വേജ് ആണ് അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് വാങ്ങി വായിച്ചു നോക്കാം. ഇതൊക്കെയാണ് അതിലുള്ള ഐഡിയാസ്. Hope this is helpful for you guys. See you in the next video.